ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന് ആ ശുഭദിനം വന്നെത്തി. അത് ഇന്ന് ശനിയാഴ്ച, സ്കൂളില്ലാത്ത ദിവസം. ഇന്നൊരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ വിധി എനിക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. രാവിലെ വയറു നിറയെ ബ്രേക്ക്ഫാസ്റ്റും തട്ടി വളരെ സമാധാനത്തോടെ ഫോണിൽ ഒരു ഗെയിമും കളിക്കാൻ ഇരുന്നതേയുള്ളൂ. അപ്പോഴേക്കും വന്നു അമ്മ മഹാറാണിയുടെ അടുത്ത കൽപ്പിക്കൽ. അവിടെ ഇരുന്ന് സമയം കളയാതെ പോയി ആ പണി ചെയ്യ്, ഈ പണി ചെയ്യ്. ലിസ്റ്റ് കേട്ടാത്തൊന്നും ഞാൻ ഈ വീട്ടിലെ ആധാരം പണയം വെക്കാൻ നോക്കുകയാണെന്ന്. പണി തന്നാൽ പണിയെടുക്കും, പക്ഷെ നമ്മുടെ ആ ഒരു സ്റ്റൈലും സിംപ്ലിസിറ്റിയും കളയാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ കണ്ണിൽ ഒരു ബ്രാൻഡഡ് കൂളിംഗ് ഗ്ലാസും വെച്ച് കയ്യിൽ ചൂലുമെടുത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. എന്തൊക്കെ വന്നാലും ലുക്കിൽ കോംപ്രമൈസ് ഇല്ലല്ലോ. അലക്കുന്നതിന് മുമ്പ് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണമത്രേ. ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് തൂക്കുമ്പോൾ പൊടി അടിക്കുന്നത് കാണാൻ വലിയ പാടാണെങ്കിലും നമ്മൾ മാസ് കാണിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. സത്യം പറയാലോ ഗൈസ്, എനിക്ക് ഈ പണികൾ ചെയ്യുന്നത് ഇഷ്ടമേ അല്ല. അതിലൂടെ മഴ പെയ്തത് കാരണം ഇലകളൊന്നും അടിച്ചു വാരിട്ട് നീങ്ങുന്നതുമില്ല. കുറേയൊക്കെ ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് പെറുക്കി ഇട്ടു. പിന്നെ അമ്മ പറഞ്ഞതല്ലേ, ചെയ്യാതിരിക്കാനും പറ്റില്ല. ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കേണ്ടതല്ലേ, ഇല്ലെങ്കിൽ അമ്മ കഞ്ഞിയും തരില്ല. അതുകൊണ്ട് ഗൈസ് ഞാൻ അതെല്ലാം അടിച്ചു വാരി അങ്ങ് കളഞ്ഞു. അപ്പൊ പറയാ, അവിടെ വൃത്തിയായില്ല, ഇവിടെ വൃത്തിയായില്ല. ഇതന്നെ എനിക്ക് വെച്ചിട്ട് ചെയ്യുന്നതല്ല, ചെയ്യണ്ടേന്ന് കരുതിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഈ പായ വിരിച്ചിട്ടത് കണ്ടിട്ട് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കരുത്. ഇവിടെ ചളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു നാശായൊരു പായ കൊടുന്ന് വിരിച്ചിട്ടതാണ്. അല്ലാതെ ഇവിടെ ആരും കിടന്ന് ഉറങ്ങുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അത്തരം കമന്റുകളൊന്നും എന്നോട് ആരും ചോദിക്കരുത് ഗൈസ്. അങ്ങനത്തെ എൻ്റെ അടിച്ചു വാരൽ ഒരുവിധം ഒക്കെ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ അലക്കാൻ പോവുകയാണ് ഗൈസ്. വീട്ടിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന വാഷിംഗ് മെഷീൻ ഇരിപ്പുണ്ട് ഗൈസ്. പക്ഷേ എനിക്ക് അലക്കാൻ വേണ്ടി മാത്രം സ്പെഷ്യലായി നിർമ്മിച്ച അലക്കുകല്ലാണിത്. ചോദിച്ചപ്പോൾ അമ്മയുടെ വക ഒരു മാസ് ഡയലോഗ്. യൂണിഫോം ഷർട്ട് വെള്ളയായതുകൊണ്ട് മെഷീനിലിട്ട വൃത്തിയാവില്ലത്രേ. അതുകൊണ്ട് ഈ പാവം കൂളിംഗ് ഗ്ലാസ് ധരിച്ചുകൊണ്ട് തന്നെ കൈകൊണ്ട് തിരുമ്മി അലക്കി വെളുപ്പിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ കല്ലിൽ അലക്കുന്നത്. ഞാൻ ഒന്നുമേ അമ്മോട് പറഞ്ഞില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ പഴംപുരാണത്തിന്റെ കെട്ടും കഴിക്കൂ. അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മ അങ്ങനെ ആയിരുന്നോ ഇങ്ങനെ ആയിരുന്നോ, ഒറ്റ യൂണിഫോം ഇട്ടിട്ട് സ്കൂളിൽ പോയിരുന്നു എന്നും വൈകുന്നേരം അലക്കി കഴുകി വെളുപ്പിച്ചെടുത്ത് അത് ഉണക്കിയെടുത്ത് അമ്മ അത് ഇട്ടിട്ടായിരുന്നു പോയിരുന്നു എന്നുള്ള ആ ഒരു പഴങ്കഥ കേൾക്കണ്ടല്ലോ എന്ന് കരുതി ഒന്നും മിണ്ടാതെ നിന്നുകൊണ്ട് ഞാനത് അലക്കി വെളുപ്പിച്ചു. ഷർട്ട് മാത്രമല്ല ഗൈസ്, 2 കോട്ടും കൂടെ അലക്കിയെടുക്കാനുണ്ട്. അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട്, മഴ വരുന്നു വേഗം അലക്കിയെടുത്തോളാൻ. ഞാനെന്താ റോബോട്ടോ? ഇതൊക്കെ വേഗം കണ്ട് ചെയ്തു തീർക്കാൻ. അലക്കൽ എന്ന മഹാമഹം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ക്ലീനിങ് മഹോത്സവമാണ്. വലിയ പണിയൊന്നും ഈ ജനലൊക്കെ ഒന്ന് തുടയ്ക്കാൻ അത്രേ ഉള്ളൂ. ജനൽ തുടയ്ക്കാൻ തുണിയും എടുത്ത് നിന്നപ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ ആ കടും കൈ തോന്നിയത്. ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് നോക്കുമ്പോൾ ജനലിൽ പൊടിയൊന്നും കാണാനില്ല. അമ്മ അന്ന് നോക്കുമ്പോൾ എന്തായാലും എന്നിട്ട് പെരുമാറാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഗൈസ് എനിക്ക് തോന്നാറുള്ളത്, ഞാൻ എന്താ ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ കുപ്പിൽ നിന്നിറങ്ങിയ ഭൂതമാണോന്നും. ഒരു പനി തീരുമ്പോൾ അയ്യോ അതാ വരുന്ന അടുത്ത പണി. ഇതിലും ഭേദം സ്കൂളിലെ കെമിസ്ട്രി ക്ലാസ്സിൽ പോയിരിക്കുന്നതായിരുന്നു. ക്ലാസ്സിലെ ഡെസ്ക് തുടയ്ക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടില്ല ഗൈസ്. എൻ്റെ ഉള്ളിലെ സങ്കടം ഈ കൂളിംഗ് ക്ലാസ് ഉള്ളത് കൊണ്ട് ആരും കാണുന്നില്ല എന്നേ ഉള്ളൂ. കണ്ണീർ കടൽ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലൊടിഞ്ഞും ഞാൻ ചോറുണ്ണാൻ ഇരുന്നു ഗൈസ്. നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സോഫയിൽ ഇങ്ങനെ കാലും മടക്കി വെച്ചിരുന്ന് കഴിച്ചാൽ എനിക്ക് ചോറ് തൊടാതെ ഇറങ്ങുകയുള്ളൂ. അതാണല്ലോ അതിൻ്റെ ഒരു വൈബ്. അപ്പോൾ എങ്ങനെയുണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുള്ള എൻ്റെ ഈ ശനിയാഴ്ച പൂരപ്പറമ്പ്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.